ഹലോ വിഷുവായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ വർഷത്തെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് തലേദിവസമാണ്, വിഷുവിൻ്റെ തലേദിവസമാണ്. അപ്പോൾ പടക്കം പൊട്ടുന്ന സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഒരു നിവർത്തിയില്ല, ഇത് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ നേരത്താണ് ഇനി വോയിസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നതിൽ ഒരു ഡ്രസ്സാണ് കേട്ടോ, അത് ഒരു ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇപ്പോൾ ഞാൻ ചെയ്യണേ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഷോർട്ട് വീഡിയോയിലും ലോങ് വീഡിയോയിലും ഒക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വർക്ക് വരുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, മീതിരിക്കുന്ന ഒരു യോക്ക് പോർഷൻ പോലെ ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചിട്ടുണ്ട്. അത് പരാഗുന്ന് നമ്മളൊരു പീസ് ബിറ്റിന് എടുത്തതാണ്. 190യുടെ മെറ്റീരിയൽ എന്തുവാണോ ഒരു മീറ്റർ എനിക്ക് 100 രൂപയ്ക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അത് സെയിം കളർ ഷെയ്ഡിൽ വരണതുകൊണ്ട് ഇതിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് വന്നൊരു ഡബിൾ ഷെയ്ഡ് ജോർജറ്റ് മെറ്റീരിയലാണ്. എൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ. അത് ലൈനിങ് ഉൾപ്പെടെ എനിക്ക് അയച്ചു തന്നതാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് കൊടുത്തിരിക്കുന്ന നെക്ക് ജസ്റ്റ് ഒരു റൗണ്ട് നെക്ക്, അത് കുറച്ച് കയറിയിട്ടുള്ള റൗണ്ട് നെക്കിൽ ഒരു വി കട്ട് വരുന്ന പോലെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ യോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ചീത്ത വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ട് പതിച്ചടിക്കും കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും, ഈ വീഡിയോയിൽ മൊത്തമായിട്ടുള്ള സ്റ്റിച്ചിങ് ഉണ്ടാവില്ല, ഇത് മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ചില വീഡിയോസും അങ്ങനത്തെ കാര്യങ്ങളും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഏറെക്കുറെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ, എല്ലാതും ഒന്നും ഇല്ലയെന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിൻ്റെ നെക്ക് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ക്യാൻവാസും അതിൻ്റെ താഴെ ഞാൻ ലൈനിങ്ങും കൂടെ ഈ വർക്ക് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ആ ക്യാൻവാസ് ഡയറക്റ്റ് ഈ മെറ്റീരിയലിലേക്ക് വന്നിട്ട് അതൊരു ഷെയ്ഡ് ഡിഫറൻസ് വരണ്ട വെച്ചിട്ട് ലൈനിങ്ങും കൂടെ കൊടുത്തിട്ടാണ് ഇത് അടിച്ച് മറിക്കുന്നത്. അപ്പോൾ ചെറിയൊരു കനം കൂടുതൽ ഇപ്പം ഉണ്ട്, പക്ഷേ വൺസ് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവും കേട്ടോ. പിന്നെ ഇതാ ഞാനിതിങ്ങനെ മറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നെക്കിൻ്റെ ഭാഗത്തേക്ക് പതിച്ചടിച്ച് കൊടുക്കാം. പിന്നെ ആ കോർണറൊക്കെ ചെറിയൊരു പിന്ന് വെച്ചിട്ട് നമുക്കിങ്ങനെ കുത്തി നിവർത്തി എടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കുത്തി ഇങ്ങനെ നിവർത്തി എടുത്താലാണ് ആ കറക്റ്റ് ആ പോയിൻ്റ് നമുക്ക് കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ നമുക്കൊരു തയ്ക്കുന്ന സമയത്ത് തന്നെ ഉള്ളിലൊരു നൂല് വെച്ചിട്ട് തുന്നിയിട്ട് മറിച്ചിടുമ്പോൾ ആ നൂല് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഞാനത് മറന്നു പോയതാണ് ആ നൂല് ഉള്ളിൽ വെച്ച് തുന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഈ വർക്കുള്ള മെറ്റീരിയലിൻ്റെ മീതെ ഷോൾഡറിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനൊരു ഗ്രീൻ സ്പേസ് ആയിട്ട് കിടക്കുന്നത്. അതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത സമയത്ത് ആ ക്ലോത്ത് കട്ട് ചെയ്ത സമയത്ത് നെക്കിലേക്ക് എൻ്റെ നെക്കിൻ്റെ ഭാഗത്തേക്ക് ആ സീക്വൻസ് കുത്തിക്കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് അടിച്ച് മറിച്ച് പോകുന്ന ഭാഗം ഈ ഒരു പ്ലെയിൻ മെറ്റീരിയലിൽ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. പക്ഷെ അപ്പോൾ അവിടെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു വേക്കൻറ്റ് സ്പേസ് വന്നു. ആ സ്പേസിൽ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ബീഡ് വർക്കോ എന്തെങ്കിലും കൊടുത്തിട്ട് അവിടെ ഹൈലൈറ്റ് ചെയ്യാം കേട്ടോ. അത് പ്രശ്നമില്ല. നിങ്ങൾക്ക് ഈ സീക്വൻസ് ഒന്നും കുത്തിക്കൊള്ളുന്നതൊന്നും പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നേരെ ഫുൾ മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറ്റിയ പോലത്തെ ഒരു അബദ്ധം പറ്റണ്ടല്ലോ, ഞാനൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നന്നായിട്ട് പറ്റേ വെട്ടിയിട്ടുണ്ടായിരുന്നു ക്യാൻവാസിൻ്റെ അഡ്ജ്. അപ്പോൾ വാഷ് ചെയ്യും തോറും സ്റ്റിച്ച് ലൂസായിട്ട് അത് നെക്കിൻ്റെ അവിടെ നിന്ന് തുണി വിട്ട് പോരണ്ടെന്ന് ഓർത്തിട്ട് ഞാനൊന്ന് പതിച്ചടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിലെ പീസ് വെച്ചിട്ട് എന്താണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ മൊത്തമായിട്ട് നെക്ക് അടിച്ചെടുക്കല്ലേ. അപ്പം ബാക്കിലെ പീസ് കഴുത്തടിച്ച് മറിക്കുന്ന സമയത്ത് ആ പീസ് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് എന്താണ് ഷോൾഡർ ഫിനിഷ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ 2 പീസും ചിലപ്പോൾ അടിക്കാറില്ലല്ലോ, അങ്ങനെയല്ലേ ചെയ്യാറുള്ളത് അല്ല. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഏത് മെത്തേഡിലാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഈ ഒരു യോക്ക് പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഡ്രസ്സിൻ്റെ ഇത്രേ കാണിക്കുന്നുള്ളൂ. ഇതൊരു സ്ലിറ്റഡ് ടോപ്പാണ്. പിന്നെ ഞാൻ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കാൻ പറഞ്ഞില്ലേ, അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗ്രീൻ കട്ട് ബീഡ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ലീഫ് ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി വേണമെങ്കിൽ നന്നായിട്ട് നമുക്ക് കൊടുക്കാം, പക്ഷേ സിമ്പിളായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഇത്രയേ കൊടുക്കണുള്ളൂ. ചുമ്മാ ബാക്ക് സ്റ്റിച്ചിൽ ബീഡ്സ് കുത്തിയെടുത്തിട്ട് ചെയ്യുന്ന വർക്കാണത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഡ്രസ്സിൻ്റെ ഒരു ഔട്ട് കേട്ടോ. ഞാൻ ആ നെക്കിൽ ആ ബീഡ് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇത് ഞാനൊന്ന് ഇട്ട് നോക്കിയതിൻ്റെ ഫോട്ടോ ആണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരെണ്ണം. നെക്സ്റ്റ് വന്ന് നമ്മൾ പരാഗുന്ന എടുത്ത തുണി തന്നെയാണിത്. 2x10 ഈ തുണി ഉള്ളത്. അതിന് ഞാൻ 2 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ടാവും. ഇതിലേക്ക് കണിക്കൊന്നയുടെ ഡ്രോയിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ ഞാനൊരു ഹുക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കണേ. ജസ്റ്റ് നമുക്ക് തല കയറാനുള്ള ആ ഒരു സ്പേസ് ആണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. നെക്കിൻ്റെ ലെങ്ത്ത് എനിക്കിപ്പോൾ ഓർമ്മയില്ലേ സത്യം പറഞ്ഞാൽ, 3.5 ഇഞ്ചോളം ഇട്ടിട്ടുണ്ട് തോന്നുന്നു. ടോട്ടൽ 4 ഇഞ്ച് എന്തുകൊണ്ട് ആ കട്ടടക്കം
അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ. ഞാനത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്ത്. ഇങ്ങനെ മറിച്ചിട്ട് എനിക്ക് ഹെം ചെയ്യാനുള്ള നേരം ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്ത്. ഹെം ചെയ്തെടുക്കുകയാണ് കൂടുതൽ ഫിനിഷിങ്ങിന് നല്ലത് കേട്ടോ. അപ്പോൾ ഇതിന് ഇവിടെ നമുക്കൊരു ഹുക്കും മയ്യും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ട് നെക്കായിട്ടും ഇത് യൂസ് ചെയ്യുക, അല്ല മീൻസ് ഇങ്ങനത്തെ നെക്ക് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിലേക്ക് ഒരു ചെറിയൊരു ലൂപ്പ് എന്നുള്ള നിലയ്ക്കാണ് ഞാനത് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഒരു ചെറിയൊരു പാറ്റേൺ, കോളർ പാറ്റേൺ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പീറ്റർ പാൻ കോളർ പോലെ. എന്നാൽ പീറ്റർ പാൻ കോളർ ഇങ്ങനെ ചുമ്മാ റൗണ്ടല്ലേ, അതിന് പകരം നമുക്ക് സ്കാലപ്പ് ചെയ്തെടുത്തിട്ട് ആ ഒരു ഭംഗിയിൽ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ നമുക്കതിന് ബീഡ് വർക്ക് കൊടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാമല്ലോ, ആ രീതിക്ക് അതങ്ങനെ ചെയ്യാം കേട്ടോ നമുക്ക്. ഇപ്പം ഞാനിതാ ഈ ഒരു സാധനം ഇത് ഫിനിഷ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ നെക്ക് പീറ്റർ പാൻ കോളർ പോലെ. ഉള്ളിൽ വീയാണ്, ലൈനിങ്ങും അതിൻ്റെ മെയിൻ ക്ലോത്തും ആ ഒരു ജോർജറ്റിൽ വരുന്ന ഫാബ്രിക്കും വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ വെച്ച് അടിച്ചിട്ട് നല്ല സൈഡിലേക്ക് അടിച്ച് മറിച്ചെടുക്കുക ചെയ്യുക. നേരത്തെ ഞാൻ ചുരിദാർ തുന്നിയപ്പോൾ യോക്ക് അടിച്ച് മറിച്ചില്ലേ, അതേപോലെ തന്നെ അപ്പോൾ ചീത്ത വശത്ത് ഇതിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് നെക്കടിച്ച് മറിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ കോളർ പോലെ കിട്ടും കേട്ടോ. പീറ്റർ പാൻ കോളർ ആയാലും നമുക്ക് ഇതേ രീതിക്ക് തന്നെ എടുക്കാം, കുറച്ചും കൂടി ഈസിയാണ് ഈ രീതിക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് സ്കാലപ്പ് ചെയ്ത് വരച്ചതും ക്യാൻവാസ് ഒട്ടിച്ചതും അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നെക്ക് പാറ്റേൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ട്യൂട്ടോറിയലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് എന്നുള്ള രീതിക്ക് അതിൻ്റെ ചെറിയ ചെറിയ എന്താ പറയുക ബിറ്റ്സ് ആൻഡ് കട്ട്സ് ആണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നാലും നിങ്ങൾക്ക് ഒരുവിധം തുന്നുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു നൂല് 100 പ്രാവശ്യം പൊട്ടുന്നുണ്ട്. ചില സമയത്ത് ഇങ്ങനെയാണ്, നമ്മൾ തിരക്ക് പിടിച്ച് തുന്നിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നൂല് ഇങ്ങനെ പൊട്ടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു ടെൻഷനിലുള്ള വേരിയേഷൻ വന്നതായിരിക്കും. ടെൻഷൻ മെഷീൻ്റെ ത്രെഡ് ടെൻഷനിൽ വേരിയേഷൻ വന്നതായിരിക്കും കേട്ടോ. എനിക്ക് ടെൻഷനാണെങ്കിൽ നൂല് പൊട്ടും, അത് വേറെ കാര്യം. ഓക്കെ, ഞാനത് ആ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വി ആണ് നമ്മൾ ഫ്രണ്ടിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീട് അതിൽ നൂലിൻ്റെ അരികിലേക്ക് കുറച്ച് ചേർത്ത് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. എന്നാലാണ് അത് മറിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അവിടെ ആ ഒരു പോയിൻ്റ് വരുള്ളൂ. പിന്നെ ചെറിയ ചെറിയ നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. രാത്രിയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ തുന്നുന്നത്. അപ്പം അതാണ് ലൈറ്റ് ചെറിയ പ്രശ്നമായിട്ടുള്ളത്. ഞാൻ നോക്കട്ടെ, ഞാൻ വീഡിയോയിൽ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിച്ചാൽ ഞാൻ കൊടുക്കാം കേട്ടോ, കുറച്ചും കൂടെ നന്നായിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ മറിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് തുന്നൽ ഞാൻ കഴിഞ്ഞു കേട്ടോ. അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇതിൽ നമ്മൾ ഹാൻഡ് പെയിൻറ്റ് ചെയ്ത് വരെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരേക്കും കണിക്കൊന്നയുടെ ഹാൻഡ് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാച്ചിങ് ആയിട്ടൊരു സ്ക്രഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സർക്കുലർ പലാസോയും ഒരു ട്യൂണിക് ടോപ്പാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്, ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി കുറച്ചൊരു ബീഡ് വർക്ക് കൊടുത്തിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളറിലും യെല്ലോ കളറിലുള്ള കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കണിക്കൊന്നയുടെ ഹാൻഡ് പെയിൻറ്റിങ് മുന്നത്തെ വീഡിയോയിൽ ഒരു ഡ്രസ് മേക്കിംഗ് വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിരുന്നത് കൊണ്ടാണ് കേട്ടോ. ഇതിൽ പിന്നെ തന്നെയും പിന്നെ അത് തന്നെ കാണിക്കാത്ത സെയിം ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ ബോട്ടത്തിൻ്റെ ഒരു ലെഗ് പോർഷനിൽ ഒരു 3 എണ്ണം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുന്ന പോലെ. അതേപോലെ തന്നെ ടോപ്പിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കട്ട് ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രം. മൊത്തത്തിൽ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യുന്നില്ല, ലീഫിന് ചെയ്യുന്നുണ്ട്. ആ ഓരോ പെറ്റൽസിൻ്റെയും സെൻറ്ററിൽ യെല്ലോ ബീഡ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ സെൻറ്ററിൽ ഷുഗർ ബീഡ്സ് റെഡ് കളറിലുള്ള ഓറഞ്ച് റെഡ് കളറിലുള്ള ഷുഗർ ബീഡ് വെച്ചിട്ട് ഒന്ന് ആ പൂമ്പൊടികളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ബാക്ക് സ്റ്റിച്ച് ആയിട്ടാണ് ഇത് തുന്നി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് ഷോൾ ഞാൻ അതിലേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഷോളിൻ്റെ അറ്റത്തും ടോപ്പിൻ്റെ 2 സൈഡിലൊക്കെ നമ്മൾ ടാസിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂളിംഗ് ഗ്ലാസ് ഇല്ലാത്തൊരു ഫോട്ടോ ഷൂട്ട് ഇല്ലല്ലോ നമുക്ക്. വെയിലാണെങ്കിൽ നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങണമെങ്കിൽ കൂളിംഗ് ഗ്ലാസ് വേണം കേട്ടോ. അതാണിത്. ഞാനിതിൻ്റെ താഴത്തെ പോർഷനിലുള്ള ഡിസൈൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ നിർത്തിയാലത്തെ അവസ്ഥ എങ്ങനെയാണ്. നമുക്ക് കുറേ ക്ലിപ്സ് എടുത്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും നല്ലത് കിട്ടിയാൽ നമുക്ക് ഇടാം, അത്രയേ ഉള്ളൂ. അതല്ലാതെ എനിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യോ എനിക്ക് വേണ്ടി വീഡിയോ ക്ലിപ്പിന് ഇത് ചെയ്യോ ചെയ്യില്ല. അവളങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വീഡിയോ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇനിയാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലും കമൻറ്റോ സജഷനോ ഉണ്ടെങ്കിൽ പറയാം.
അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു വിഷു ആവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു.